മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്കായി കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ നിർമ്മിക്കുന്ന ടൗൺഷിപ്പ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാന വിഷയമാകും എന്നതിൻ്റെ സൂചനകളാണ് വയനാട്ടിൽ നിന്ന് വരുന്നത്. വയനാട്ടിൽ മാത്രമല്ല, സംസ്ഥാന തലത്തിലടക്കം സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും വലിയ നേട്ടമായി ഉയർത്തിക്കാണിക്കുക ഈ ടൗൺഷിപ്പ് തന്നെയാകും. അതിവേഗതയിലാണ് ടൗൺഷിപ്പിൻ്റെ നിർമ്മാണം പുരോഗമിക്കുന്നത്. 1500ഓളം തൊഴിലാളികൾ രാവും പകലുമാണ് പണിയെടുക്കുന്നത്. എന്തായാലും അതിൻ്റെ രാഷ്ട്രീയ വിവാദങ്ങളിലേക്ക് വരാം. കഴിഞ്ഞ ദിവസം ടി സിദ്ദിഖ് MLA UDFിൻ്റെ ജനപ്രതിനിധികളോടൊപ്പം ടൗൺഷിപ്പ് സന്ദർശിച്ചതോടെയാണ് വലിയ ഒരു വിവാദങ്ങളുടെ തുടക്കമുണ്ടായിരിക്കുന്നത്. MLA ഇവിടെ എത്തുകയും ഊരാളുങ്കൽ പ്രതിനിധികളുമായൊക്കെ ചർച്ച ചെയ്ത് ടൗൺഷിപ്പിൻ്റെ നിർമ്മാണ പുരോഗതി വിലയിരുത്തുകയും ഒക്കെ ചെയ്തു. പക്ഷേ അതിനെതിരെ ഇടതുമുന്നണിയിൽ നിന്ന് അതിരൂക്ഷമായ വിമർശനമാണ് സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ അടക്കം ഉയരുന്നത്. ഇന്നിപ്പോൾ ജില്ലയിലെ ഇടതുമുന്നണി നേതാക്കൾ CK ശശീന്ദ്രൻ്റെ നേതൃത്വത്തിൽ ടൗൺഷിപ്പ് സന്ദർശിക്കുകയും സിദ്ദിഖിനെതിരെ അതിരൂക്ഷമായ വിമർശനം ഉയർത്തുകയും ചെയ്തു. ഞങ്ങളുടെ ചെലവിലാണ് ഇതെല്ലാം നിർവഹിക്കുന്നതെന്ന് കണ്ടാമൃഗത്തിൻ്റെ തൊലിക്കട്ടിയെപ്പോലും ലജ്ജിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സമീപനമാണ് അദ്ദേഹം സ്വീകരിച്ചു കൊണ്ടാൻ വേണ്ടി കഴിയും. വയനാട്ടിലെ അഭിനവ എട്ടുകാലി മമ്മൂഞ്ഞാണ് ടി സിദ്ദിഖ് എന്ന് പറയേണ്ടി വന്നതിൽ ഖേദമുണ്ട്. കോൺഗ്രസ് പ്രഖ്യാപിച്ച വീടുകളുടെയും അതുപോലെ തന്നെ സ്ഥലം ഏറ്റെടുക്കൽ പോലും ഇപ്പോഴും എവിടെയാണ് സ്ഥലമെന്ന് പോലും വ്യക്തമാകാത്ത സാഹചര്യത്തിൽ കൂടിയാണ് ഇടതുമുന്നണി ഈ കോൺഗ്രസിനെതിരെയും MLAക്കെതിരെയുമുള്ള വിമർശനം ശക്തമാക്കുന്നത്. രാഹുൽ ഗാന്ധി നിർദ്ദേശിച്ച പ്രകാരമാണ് കർണാടക സർക്കാർ ഈ ടൗൺഷിപ്പിലേക്ക് 20 കോടി രൂപ നൽകിയതെന്നായിരുന്നു ടി സിദ്ദിഖിൻ്റെ പ്രതികരണം. അതുപോലെ പ്രതിപക്ഷ നേതാവും അത് ആവർത്തിച്ചു. അതിനെതിരെയൊക്കെയാണ് ഇടതുമുന്നണി ശക്തമായ പ്രചാരണം നടത്തുന്നത്. എന്തായാലും ഇപ്പോഴത്തെ നിലയ്ക്ക് ഈ ടൗൺഷിപ്പ് തെരഞ്ഞെടുപ്പിലെ ഒരു പ്രധാന വിഷയമായി സർക്കാരിൻ്റെ നേട്ടമായി ഇടതുമുന്നണിയുടെ നേട്ടമായി ഉയർത്തിക്കാട്ടപ്പെടും. അതിനെ പ്രതിരോധിക്കാനുള്ള വഴി UDFും സ്ഥലം MLA കൂടിയായ ടി സിദ്ദിഖ് ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളും തേടുമെന്ന ഉറപ്പാണ്. കമൽ, മാതൃഭൂമി ന്യൂസ്, വയനാട്.